അർജുൻ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവിടെ നല്ല മഴ പെയ്യുന്നു അല്ലേ? അതിനാണ് റോഷ്നി വലിയ ബുദ്ധിമുട്ടായി മാറുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ശക്തമായിരിക്കുകയാണ്. ഈ ചാലക്കുടി പുഴ ഉള്ള ഈ പുഴയുടെ മുകളിലുള്ള ഈ മൂഴിക്കുളം പാലത്തിനോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുകയാണ്. നേരത്തെ കുറച്ചു നേരം മഴ മാറി നിന്നിരുന്നു. ആ സമയത്ത് തിരച്ചിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ മഴ ശക്തമായിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ പുഴയുടെ രണ്ട് ഭാഗത്തും ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആലുവ ഡിവൈഎസ്പി ഇപ്പോൾ ഈ പുഴയോട് ചേർന്നുള്ള താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ മുകൾ ഭാഗത്തേക്ക് ഇപ്പോൾ തിരിച്ച് വന്നിരിക്കുകയാണ്. ആഴമുണ്ട് നോക്കണം. സ്കൂബ ടീം വരും അല്ലേ? അത് തെരച്ചിൽ തുടരും. അതെ, ഓക്കെ. ഈ മഴ നല്ല ആഴമുണ്ടോ സർ? അവിടെ ആഴമുണ്ട്, പിന്നെ ഒഴുക്ക് കുറവാണ്. ഈ ഒഴുക്ക് കുറവാണ് സാർ. ഈ കുട്ടീനെ എവിടെയാണ് ഉപേക്ഷിച്ചത്? നേരത്തെ കൃത്യമായ എന്തെങ്കിലും മൊഴിയുണ്ടോ? ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് ഉപേക്ഷിച്ചു എന്നാണോ പറയുന്നത്? സെർച്ച് ചെയ്യട്ടെ പ്ലീസ്. നോക്കട്ടെ, സെർച്ച് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. സെർച്ച് ചെയ്യട്ടെ. സെർച്ച് ചെയ്യുന്നു. ലോക്കൽ ടീമുകൾ, സ്കൂബ ടീമും എല്ലാം സെർച്ച് ചെയ്യുന്നു. നോക്കട്ടെ. പ്ലീസ്. അതായത് ഇപ്പോൾ ഡിവൈഎസ്പി ഇപ്പോൾ പറയുന്നത്, അതായത് ഈ പുഴയുടെ ചില ഭാഗങ്ങളിൽ നല്ല ആഴമുണ്ട്, മറ്റ് ചില ഭാഗങ്ങളിൽ വലിയ ആഴമില്ല. എങ്കിൽ പോലും ഒഴുക്ക് കുറവാണ്. പക്ഷേ എവിടെയാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ചത് എന്ന കാര്യം ഈ യുവതി വ്യക്തമാക്കിയിട്ടുണ്ടോ അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നടക്കം എന്തെങ്കിലും വിവരങ്ങൾ പുതുതായി അങ്ങനെ ലഭിക്കുന്നുണ്ടോ? റോഷ്നി, ഇപ്പോൾ റോജി എം ജോൺ MLA അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്? ഇല്ല, ഈ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ അവർ മൂഴിക്കുളത്ത് വന്ന് ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ കുട്ടിയുണ്ട്. പക്ഷേ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ കുട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴയാണ്. അതുപോലെ തന്നെ ഈ രാത്രി സമയത്ത് തെരച്ചിൽ നടത്തുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷേ നാട്ടുകാരുടെ സഹായത്തോടു കൂടി മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും കൺഫ്യൂഷൻ പോലീസിനുണ്ടോ? നമുക്കറിയില്ല. നമ്മളിപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്തായാലും ഇപ്പോൾ പോലീസ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ മൊഴിയിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അവരിവിടെ വന്നിറങ്ങുന്ന സമയത്ത് CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് അവരുടെ കൂടെ കുട്ടിയുണ്ട്. പക്ഷേ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ കുട്ടിയില്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശക്തമായ തെരച്ചിൽ തന്നെ നടത്തുകയാണ്. തെരച്ചിലിന് കൂടുതൽ സംഘങ്ങൾ വരുന്നുണ്ടോ? ഈ മഴ കൂടി ആയതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ. ഒന്നും മഴയാണ്, പിന്നെ രാത്രിയാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിനൊക്കെ തെരച്ചിൽ നടത്തുന്നതിനുള്ള പരിമിതികളുണ്ട്. നമ്മൾ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഫയർഫോഴ്സിന്റെ സംഘവും സ്കൂബ സംഘം എത്തുന്നു. രാത്രി സമയത്ത് അവർക്ക് പരിശോധന നടത്തുന്നതിനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും റോജി എം ജോൺ MLA പറയുന്നത് പോലെ ഈ പ്രദേശത്ത് ഈ സംഭവം അറിഞ്ഞ സമയത്തു തന്നെ നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. പോലീസിന്റെ സംഘം, ഫയർഫോഴ്സിന്റെ സംഘം, ഒപ്പം ഇങ്ങോട്ട് മുങ്ങൽ വിദഗ്ധർ എത്തും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ സമയത്തുള്ള തിരച്ചിൽ വലിയ ദുഷ്കരം തന്നെയാണ്. കനത്ത മഴ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞത് മുതൽ ഇങ്ങോട്ട് മാധ്യമ വാർത്തകളിലൂടെ വിവരം അറിഞ്ഞത് മുതൽ ഇങ്ങോട്ട് നാട്ടുകാരെല്ലാവരും തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ പ്രദേശത്തുള്ളവർക്ക്. കാരണം കുട്ടിക്കൊന്നും പറ്റരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ എല്ലാവർക്കുമുണ്ട്. ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അമ്മ മൊഴി മാറ്റി പറയുന്നതൊക്കെ പോലീസിനും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാലം മാത്രം കേന്ദ്രീകരിച്ചല്ല, ഈ പുഴ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആലുവ, മണപ്പുറം ഉൾപ്പെടെയുള്ള ആലുവയുടെ പ്രധാന ഭാഗങ്ങളിലെല്ലാം
ഇത്തരത്തിൽ അമ്മ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണമുണ്ട്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ മൂഴിക്കുളം പാലത്തിന് സമീപത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പ്രകാരം ഏകദേശം ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആശങ്ക പോലീസിനുള്ളത്. ഇതുവരെ ഇവിടെ വന്ന് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് പോലെ പാലത്തിൽ വന്നിട്ടുണ്ടോ, പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്ക് ഇട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്ക ഇപ്പോൾ പോലീസിനുള്ളത്. ഏതായാലും ഈ ഭാഗത്ത് തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുകയാണ്. ഇങ്ങോട്ട് ഫയർഫോഴ്സിന്റെ സംഘമുണ്ട്, അതുപോലെ തന്നെ പോലീസിന്റെ സംഘം ആ വിവരം അറിഞ്ഞതു മുതൽ ഇവിടെ തിരച്ചിൽ ഊർജിതമാക്കി നടത്തുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും സഹായവുമായി രംഗത്തുണ്ട്.